എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമ്മളെ അകത്തേക്ക് വിളിച്ചത് നമ്മളെ നന്നാക്കാനല്ലതും നിങ്ങളുടെ ജീവിതം വിറ്റ് കാശാക്കാനാണെന്നും മുതലാളി ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. എന്താടാ നിങ്ങളെ സമൂഹത്തിൽ താറടിച്ച് ഇല്ലാതാക്കി നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതറ്റം വരെ നിങ്ങളുടെ ലൈഫ് പോയാലും അതെല്ലാം ഞങ്ങൾക്ക് കാശ്. അതിനുവേണ്ടി തന്നെയാണ് അവർ നമ്മളെ വിളിക്കുന്നത്. എന്താടാ പിന്നെ? അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? എന്നെ ഫ്യൂച്ചറിനെ തമ്മിലെടുപ്പിക്കാൻ വേണ്ടി ഒരു അമ്മി ഉമ്മി നോക്കി. ഞാൻ 100 ദിവസം ഞാൻ അയാളെ അകത്ത് നിർത്തുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആ ഹൗസിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടത്. ഈ നാറി എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം. ഇവന്റെ വീട്ടില് വെളിച്ചെണ്ണ വാങ്ങാൻ പോലും നീ വന്നു നാട്ടുകാരാന്ന് കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ അപമാനം പറയണ്ടാവില്ല. അതെല്ലാം ഞങ്ങൾക്ക് കാശ്. അതിനുവേണ്ടി തന്നെയാണ് അവർ നമ്മളെ വിളിക്കുന്നത്. ആ കുഴിയിലേക്ക് പോയി വീഴാതിരിക്കുക. ശരി. അപ്പൊ ഇതാരാ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ ഒരു വലിപ്പം എനിക്ക് ഇപ്പോഴാണ് കൂടുതലും മനസ്സിലാവുന്നത്. ഇന്നാടാ നിന്റെ മഹത്വം ഞാൻ അറിയുന്നത്. അപ്പൊ ഇത് ഇത്രയും വലിയൊരു പരിപാടിയായിരുന്നു, ഇതൊരു ഗംഭീര ഷോ ആയിരുന്നു, അതാണ് ഞാൻ ഇപ്പൊ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വേറെ പ്രശ്നമുണ്ട്, നമ്മൾ ഇങ്ങോട്ടാ വേണ്ടേ, അങ്ങോട്ടാ പോകേണ്ടത്. നിങ്ങളെ സമൂഹത്തിൽ താറടിച്ച് ഇല്ലാതാക്കി നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതറ്റം വരെ നിങ്ങളുടെ ലൈഫ് പോയാലും അതെല്ലാം ഞങ്ങൾക്ക് കാശ്. അതിനുവേണ്ടി തന്നെയാണ് അവർ നമ്മളെ വിളിക്കുന്നത്. നിങ്ങക്ക് നാണം ഉണ്ടോ? നീ ഇവിടെ കിടന്ന് നരകിച്ചപ്പോ നന്നായി കാണുമെന്ന് കരുതിയത് എന്റെ തെറ്റ്. ശരിപ്പെടുത്ത്, എന്റെ ചെവി കുറ്റിക്ക് അടിക്കണം. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? അതെല്ലാം ഞങ്ങൾക്ക് കാശ്. അതിനുവേണ്ടി തന്നെയാണ് അവർ നമ്മളെ വിളിക്കുന്നത്. ആ കുഴിയിലേക്ക് പോയി വീഴാതിരിക്കുക. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. സത്യസന്ധമായി പറഞ്ഞാൽ കുചേലൻ ശ്രീകൃഷ്ണനെ കണ്ടിട്ട് തിരിച്ചു വന്ന അതേ കഥ ജീവിതത്തിൽ പ്രാവർത്തികമായ അനുഭവം. വിപ്ലവസിംഹമേ കഴിയണം. സാറിനെ പോലുള്ള മാന്യന്മാര് ഇതുപോലുള്ള അലവലാദികൾ കൊണ്ട് നടക്കരുത്. എന്ത് ചെയ്യാനാ? കഞ്ഞിയും വെള്ളവും കുടിച്ച് ജീവിച്ചോട്ടെ നേരിയ പ്രതിഭയാണ്, പ്രതിഭാസമാണ്.